ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പറയല്ല, മോട്ടിവേറ്ററും അല്ല. ഓക്കെ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് പറയുന്നത്. നമ്മളൊരു പുതിയ പരിപാടി, ഒരു പുതിയ ജോബ് ആയിക്കോട്ടെ, പുതിയ സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണെന്നുള്ള, മെൻ്റലി സ്ട്രോങ് ആയിട്ടിരിക്കുക. ഓക്കെ, മെൻ്റലി സ്ട്രോങ് ആയിട്ടിരിക്കുക എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസിലോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡോണ്ട് ഗിവ് അപ്പ് ആഫ്റ്റർ ദി ഫസ്റ്റ് ഫെയിലിയർ. നമ്മളൊരു ചായക്കട തുടങ്ങുവാണെങ്കിൽ പോലും നമ്മളെല്ലാം പെർഫെക്റ്റ്ലി പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്ത് പക്ഷേ അത് താഴോട്ടേക്ക് പോയി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും. അത് ഐഡൻറ്റിഫൈ ചെയ്ത് വീണ്ടും അതിനെ റീസ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒന്നാമത്തെ ഫീച്ചർ തന്നെയാണ് ദേ ഡോണ്ട് ഗിവ് അപ്പ് ആഫ്റ്റർ ദി ഫസ്റ്റ് ഫെയിലിയർ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് അലോൺ ടൈം. നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് അങ്ങ് പോകുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ മാത്രമാണല്ലോ ഈ ഒരു പിക്ചർ ഉണ്ടാകുന്നത്. വേറെ ആർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഉപ്പാക്കോ ഉമ്മാക്കോ കൂടെയുള്ള ആൾക്കാർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ അവർ നമ്മുടെ ഒരു ജനറേഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ചെയ്യേണ്ടതെന്ന് പല ആൾക്കാർ പറയാനുണ്ടാവും. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുടെ രണ്ടാമത്തെ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് ദേ ആർ നോട്ട് അഫ്രൈഡ് ഓഫ് അലോൺ ടൈം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്ന് തന്നെ ഇന്ന് തുടങ്ങി നാളെ തന്നെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ അതിൻ്റെതായ സമയങ്ങളെടുക്കും. ഗ്രേറ്റ് തിങ്സ് ടേക്സ് ടൈം എന്നാണ്. അതുകൊണ്ട് ക്ഷമയായിട്ട് നല്ല ക്ഷമയോടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചാൽ, ഞാൻ ബുക്ക് റീഡിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 13 തിങ്സ് മെൻ്റലി സ്ട്രോങ് പീപ്പിൾ ഡോണ്ട് ഡു. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്കാണ്. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വായിച്ചു നോക്കുക ആൻഡ് ഡു ബെറ്റർ. ഓക്കെ.